വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിനോ ടെക് ക്ലോക്സ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു മൈക്കാണ് ഗൈസ്. മൈക്ക്. അപ്പോൾ ഫസ്റ്റ് ഈ മൈക്കയുടെ ഒരു ഇമ്പാക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണിന്റെ തന്നെ ഓഡിയോ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി മൈക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിന്റെ M2S ലാർക്ക് M2S എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. ഹോളി ലാൻഡിന്റെ തന്നെ ലാർക്ക് M2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സക്സസീവ് ആയിട്ടുള്ള മോഡലൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ അതൊരു ബട്ടൺ പോലെ തന്നെ കാണും. ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഐറ്റം കിട്ടും. ഇതിനൊരു കവറിങ് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഊരിട്ട് ഇതിനകത്ത് വെച്ചേക്കാണ്. അതിനുശേഷം നമുക്ക് കവർ കിട്ടും. കവർ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു USB A to C ടൈപ്പ് കേബിൾ ഉണ്ട്. അതേപോലെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ നമുക്കൊരു മറ്റേ വിൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് മറ്റേ പൂച്ചരോമല്ലേ, അതും കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കൂടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാറണ്ടി കാർഡ്, ഇതെങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് പറഞ്ഞതിന് മുന്നേ നമുക്ക് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് എഫക്റ്റ് കാണിച്ചു തരാം. ആക്ച്വലി ഇവിടെ ഒരു ബിഗർ സൈസ് ഉണ്ട് നമ്മുടെ ലാർക്ക് M2 പോലെ. അതുപോലെ എൻ്റെ ഇപ്പുറത്തൊരു സ്മോളർ സൈസ് ഉണ്ട്. ഫോക്കസ് ആവുന്നില്ല, സ്മോളർ സൈസ് ഉണ്ട്. അപ്പോൾ ഈ സ്മോളർ സൈസ് ഔട്ട് സൈഡിലുള്ള പോലെ വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിരിച്ചിരിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ജസ്റ്റ് ആദ്യം ഈ സാധനം കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ റിസീവർ, ഹോളി ലാൻഡിന്റെ മൊബൈൽ ഫോൺ റിസീവർ കണക്ട് ചെയ്യണം. ജസ്റ്റ് അതെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ മൈക്കയുടെ ഓഡിയോ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ മൈക്ക് ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് റൂമാണ്, സൈലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, നൈറ്റാണ്. എന്നിരുന്നാൽ പോലും ഈ റൂമിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ എക്കോ നമ്മുടെ വീഡിയോയിൽ വന്നിരുന്നു. ആക്ച്വലി നമ്മുടെ മൗത്തും ആ ഒരു ഫോണിൻ്റെ മൈക്ക് നമ്മളുടെ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗത്തും ഈ ഒരു ഡിസ്റ്റൻസും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എക്കോയോട് കൂടിയിട്ടുള്ള സൗണ്ടാണ് ഇതിൽ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് സോഴ്സിനോട് അടുത്തായി മൈക്കാം. അതാണ് ഈ ഓഡിയോ ക്വാളിറ്റി ഇത്രയും വരാൻ കാരണം. അപ്പം എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊരു മൈക്ക് മസ്റ്റാണ്. നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ ക്ലോസ്ഡ് റൂമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, കാറിൻ്റെ ഉള്ളിൽ ക്ലോസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു സാധനം മസ്റ്റാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കൂടി ചേർന്ന് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ DJI, അതുപോലെ തന്നെ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ അടുത്ത് DJIയുടെയും ഒരു മൈക്ക് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ കൂടുതലും ക്യാമറ പർപ്പസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസീവർ ഭയങ്കര സൈസാണ്. ഇത് ഇത്രയും വലിയ സൈസാണ്. അതുകൊണ്ടാണ് ഈ റിസീവർ നമ്മുടെ ഫോണിൽ കുത്തിയിട്ട് വീഡിയോ ഫോണിൽ എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സെക്കൻഡറി മൈക്ക് പോലെയാണ് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഫോണിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഫോണിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റിസീവറാണ് ഇതിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫോൺ ഇപ്പോൾ ആ റിസീവർ കുത്തിയിട്ട് വീഡിയോ എടുക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ DJIയുടെ ഈ ഒരു മൈക്ക് അല്ലെങ്കിൽ DJIയുടെ കോമൺ ടൈപ്പൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ ഇത് നമ്മൾ കുത്തി കഴിഞ്ഞാൽ കണ്ട ഈ ഷർട്ട് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും. കാരണം അത്ര ഹെവിയാണ്. പക്ഷെ നമ്മളിപ്പോൾ കുത്തിയേക്കുന്ന സാധനം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. ടീഷർട്ട് ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഒരെണ്ണക്കില്ല, അവൻ അവിടെ സിമ്പിളായിട്ടിരിക്കും. മാത്രമല്ല ഒരു ഫിക്സഡ് പൊസിഷൻ പോലെയാണ് അവൻ ഇരിക്കുക. പിന്നെ നമ്മുടെ മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ടോ പ്രോപ്പറായിട്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് നമ്മുടെ റിസീവറിൽ ഒരു ഇൻഡിക്കേറ്റർ കത്തും. മൈക്കയിലും ആ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡിക്കേറ്റർ സ്റ്റോപ്പ് ആവും. മൈക്കയിൽ കറൻ്റ്ലി നമ്മൾ ബ്ലൂ കളർ ആയിരിക്കുന്നുണ്ടാവുക. ആ മൈക്കയ്ക്ക് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ ബട്ടൺ അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ജസ്റ്റ് ഒരു ഓറഞ്ച് ബട്ടണാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കലി വർക്കാവും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 2 മോഡാണുള്ളത്. ഒന്ന് നോയ്സ് ക്യാൻസലേഷൻ ആണോ, ഒന്ന് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്ത നോർമൽ മോഡ്. നോർമൽ മോഡ് എടുക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ് വെച്ചാൽ നിങ്ങൾ അത്രയും ഹൈലി സൈലൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ നോയ്സ് ക്യാൻസലേഷൻ വെച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൈക്കയുടെ ക്വാളിറ്റി വരുന്നത്. ഈ മൈക്ക വളരെ ചെറുതായിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഫീൽ ചെയ്യുള്ളൂ. മറ്റതൊക്കെ വയ്ക്കുന്ന പോലെ റൗണ്ട് ഷേപ്പോ, ഇപ്പോൾ ഹോളി ലാൻഡിൽ തന്നെ ലാർക്ക് M2 എന്ന് പറയുന്ന മോഡൽ വയ്ക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് ബട്ടൺ ഇരിക്കുന്ന പോലെ കാണാം. ഇപ്പോൾ കൂടുതലും അതിന് ഡിസ്പ്ലേ ഒക്കെ വരുന്ന പോലത്തെ മോഡൽസ് ഇറങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ DJI വെക്കുമ്പോൾ ഒരു സ്ക്വയർ പോലെ കാണാം. പക്ഷേ ഇത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അതിന് പെട്ടിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവിസിബിൾ ഫിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞേക്കണേ. പിന്നെ ഹൈഫൈ ഓഡിയോ ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. പിന്നെ C ടൈപ്പ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വളരെ ഈസിയാണ്. C ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഐഫോണിൻ്റെ മറ്റേ ലൈറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്കത് കൺവെർട്ടറൊക്കെ അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ.
പിന്നെ അഡ്വാൻസ്ഡ് ENC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പക്കായിട്ട് നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാനിതൊരു സെക്കൻഡറി പോലെ വാങ്ങിച്ചാണ്. പക്ഷേ മൊബൈൽ ഫോണുകളിൽ എപ്പോഴും എമർജൻസി ഷൂട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ. സാധാരണ ഇപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ ഐഫോണിലും അല്ലെങ്കിൽ ആൻഡ്രോയിഡിലെ ഹൈ എൻഡ് ഫോണുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് എന്തായാലും പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണ് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു മോഡലിന് ഹോളി ലാൻഡിൻ്റെ M2S എന്ന് പറയുന്ന മോഡലിന് ഇപ്പോൾ കറണ്ട് ഒരു 10,000 റേഞ്ചാണ് പ്രൈസ് വരുന്നത്. കുറച്ച് കാലം മുന്നേ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയർ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നല്ല ടീമാണ്, എനിക്ക് അറിയാവുന്ന ടീമാണ്. കുറേ കാലമായിട്ട് ഞാൻ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ബെസ്റ്റ് തരാൻ പറ്റുന്ന ഓഫറിൽ അവർ തരും എന്തായാലും. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേറെ സൈറ്റുകൾ നോക്കണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ ഇവരുടെ തന്നെ ഈ ഒരു ഹോളി ലാൻഡ് ലാർക്ക് M2S എന്ന് പറഞ്ഞ മോഡലിൻ്റെ തന്നെ ക്യാമറ റിസീവർ കൂടി വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന മോഡലിൽ തന്നെ ഇപ്പോൾ ഇവിടെ മൊബൈൽ റിസീവർ 2 മൈക്ക്, അതിൻ്റെ അപ്പുറത്ത് ക്യാമറ റിസീവർ പോലത്തെ ഒരു മോഡൽ സാധനം വരുന്നുണ്ട്. സോ പെട്ടിയുടെ ഒക്കെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. താഴെ ഒരു റബ്ബറി ഫിനിഷിംഗ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഹോളി ലാൻഡിൻ്റെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൽ ആ ഒരു ഹിഞ്ച് വരുന്നത് ഒരു സിൽവർ കളറിലാണ്. സോ കാണാൻ നല്ല അത്യാവശ്യം ഈസ്തറ്റിക് ആണ്. ഇതുപോലെയാണ് നമ്മൾ ആ ഒരു മൈക്കും റിസീവറൊക്കെ ഈ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഞാൻ മൊബൈൽ ഫോണിൽ നിന്ന് കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും എൻ്റെ ഓഡിയോ എങ്ങനെയാണോ ഞാൻ നേരത്തെ ഫ്രെയിമിലുണ്ടായിരുന്നത് അതേ ക്വാളിറ്റിയിൽ ഓഡിയോ കിട്ടുന്നതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ കുറച്ച് അകലെ പോയിട്ട് ഈ ടെലിഫോട്ടോ ലെൻസിലൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എടുത്താലും നമുക്ക് ഓഡിയോ ക്വാളിറ്റി തീരെ ലോസിലാണ് നമുക്ക് എടുക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ നല്ല അകലെ പോയിട്ട് ഇപ്പോൾ ഐഫോണിലൊക്കെയാണ് ചില 5x ടെലിഫോട്ടോ ലെൻസൊക്കെ ഉള്ളത്. അപ്പോൾ 5x ടെലിഫോട്ടോ ലെൻസിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഓഡിയോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഇതിൽ. കാരണം അത്ര അകലെ നിന്നാലേ 5x ടെലിഫോട്ടോ ലെൻസിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇതാണ്, ഇത് നല്ല റേഞ്ച് കിട്ടും, അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും. നിങ്ങളൊരു നല്ല റേഞ്ച് തന്നെ നല്ല റേഞ്ച് കിട്ടും. അപ്പോൾ അത് റേഞ്ചിനെ പറ്റുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം ഡിസ്റ്റൻസിൽ പോയിരുന്നാലും ഇതിൻ്റെ റേഞ്ച് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ മറുപടി പറയാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ. ജിനോ ടെക്ലോക്സ്.